ദിനേശേട്ടാ പണിക്ക് പോകില്ലേ? സമയം എത്രയെന്ന് അറിയാമോ ദിനേശേട്ടാ? വേഗം എണീക്ക്, സമയം കുറയാ. മോളെ ശാലു, ചായ എടുത്തോ? പോനായില്ലേ? ഡ്രസ് മാർക്ക് ഇപ്പൊ എടുക്കാം. ചായ പോന്നില്ലേ? അന്നെ വിളിക്ക വരാനാണ്. എന്താ വിളിച്ചാൽ മതി. വൈകുന്നേരം നേരത്തെ വരണേ. ഹലോ ഹലോ, ആ ദിനേശ് ചേട്ടനല്ലേ? അതെ. ഞാൻ സഞ്ജനയാ. സഞ്ജനയോ? മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ല? ഇല്ല. ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുള്ളേ. ആ സഞ്ജന, നമസ്കാരം. ഏട്ടൻ ഫ്രീ ആണോ? ആ പറഞ്ഞോ, കുഴപ്പമില്ല. ഏട്ടൻ ഇൻസ്റ്റയിൽ ഇടുന്ന പോസ്റ്റും സ്റ്റോറിയൊക്കെ ഞാൻ കാണാറുണ്ട്. അതല്ലേ? ഓക്കെ. ഏട്ടൻ അടിപൊളിയാട്ടോ. താങ്ക് യു. ഞാൻ വെറുതെ വിളിച്ചതാ. അതല്ലേ? എന്തുണ്ട് വിശേഷം? സുഖം. ഏട്ടനെ കുറിച്ച് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചതാ. ശരി. ആ എവിടെ താമസം? എവിടെയാ? ഞാൻ എറണാകുളത്താ. വർക്ക് ചെയ്യുന്നതോ? IT-ല്. ഓ ശരി. ആ വിളിച്ചതിന് സന്തോഷം. ഏട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വിളിച്ചതില്? ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ വേറെന്തുണ്ട്? വേറെ ഒന്നുമില്ല ഏട്ടാ. എന്നാ ശരി, ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയക്കാം. ആ കുഴപ്പമില്ല. ഓക്കെ ശരി, ബൈ. ആ ഓക്കെ ശരി. എന്താ കൂട്ടപ്പെട്ട? അതെ, ഇവിടെ ഇങ്ങനെ ബെൽറ്റ് വരും. ഇതിന്റെ മുകളിൽ ബെൽറ്റ് വരും. ഇവിടെ റൗണ്ടിൽ കെട്ടും. കുഴിയായിട്ട്, വേസ്റ്റ് കുഴിയായിട്ട് അങ്ങനെ കെട്ടും. ആ പ്ലാൻ നോക്കിയിട്ടാ ഞാൻ കെട്ടിയത്. ആ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. വരുന്നാണ്. ദിനേശ, നീ ഇപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ നിർത്തി, പണിയൊക്കെ നിർത്തിയാ? പിന്നെ നിങ്ങളെന്തോ ബിസിനസ് ഒക്കെയാന്ന് പറയുന്നേട്ടെ. എപ്പോഴും ഇങ്ങനെ കഴുതനെ പോലെ പണി കഴിച്ചിട്ട് എന്താ കാര്യം? രക്ഷപ്പെടാൻ വല്ല മാർഗങ്ങളുണ്ടോ നോക്ക്. നമുക്ക് ജീവിക്കണ്ടേ? നിങ്ങളോടൊന്നും പറഞ്ഞു വെക്കാൻ സമയമില്ല. നമുക്ക് മറ്റു പരിപാടികളുണ്ട്. രാജ, മുമ്പ് ഇപ്പൊ മുണ്ട് കൊടുത്തോണ്ട് നടന്നതാണ്. ഇന്നിപ്പോ പാൻറ്റിലായി. നാളെ ഇവിടെ കൊച്ചുമുതലാളി ആകുമല്ലോ, ആർക്കറിയാം. അതൊന്നും പറയാൻ പറ്റൂല കുട്ടപ്പേട്ട. മനുഷ്യന്റെ ഓരോ മാറ്റങ്ങളെ ആ പെട്ടെന്നാണ്. കുട്ടപ്പേട്ട ശ്രദ്ധിച്ചായിരുന്നോ? അവൻ കുറച്ചു ദിവസമായിട്ട് ഭയങ്കര മാറ്റങ്ങളാണ്. 24 മണിക്കൂറും ഫോണിലാണ് പരിപാടി. തക്കതായ എന്തോ കുടുങ്ങിയിട്ടുണ്ട്. അല്ലാതെ അവനിങ്ങനെ മാറില്ല, അത് ഉറപ്പാ. ആ ഇന്നത്തെ ചെറുപ്പക്കാരല്ലേ, മാറ്റം കാണും. വരുന്നുണ്ട് വിശേഷങ്ങൾ. ആ വൈഫ് ഉണ്ട്, അകത്തുണ്ട്.
അവള് അങ്ങ് അപ്പുറം കേൾക്കൂല. പിന്നെന്തുണ്ട്? സുഖല്ലേ? ആ കുഴപ്പമില്ല. ഇങ്ങനെ പോയാൽ നല്ല പൈസക്കാരനാ വേഗം പെട്ടെന്ന്. ചേട്ടൻ ഇപ്പൊ ഫോണിലാണല്ലോ. തന്നോട് മിണ്ടാനും നേരമില്ല. എപ്പോഴെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞോളൂ കേട്ടാ. എനിക്ക് വേറെ ആരില്ലത് വർത്താനം പറയാനിടെ. എപ്പം ഫോണിലെന്ന പരിപാടി. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഇങ്ങോട്ട് വാ. എന്താ സംഭവം? ചാലു, അതെന്ന് വെച്ചാൽ നമ്മളൊരു ഓൺലൈൻ പരിപാടിയിൽ കൂടിയിട്ടുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടത് അതെന്ന് വെച്ചാൽ ഒരു 10,000 ഇട്ട് ഞാനൊരു 10,000 രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് 20,000 രൂപ അക്കൗണ്ടിലേക്ക് വന്നു. അപ്പൊ നമ്മൾ 20,000 ഇട്ടാൽ 40,000 കിട്ടും. അങ്ങനെ ഒരു ഓൺലൈൻ പരിപാടിയാണ്. അപ്പൊ അതിലെന്റെ കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അതിൽ. അപ്പൊ അവർക്കെല്ലാം നല്ല പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനിത് കുറച്ച് പൈസ കൂടി ഇടാൻ വേണ്ടിയിട്ട് എന്റെ മറ്റു സുഹൃത്തുക്കളോടെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ പിന്നെ അതിലൊന്നും പറയാൻ പാടില്ല. അത് മാത്രമല്ല അതെല്ലാം വേണം കേട്ടാ. നമുക്ക് ഇങ്ങനെല്ലാം പോയാൽ പോരെ. എന്തായാലും തട്ടിപ്പ് എന്തെങ്കിലും ആണല്ലോ. ഇപ്പൊ എന്തെല്ലോ നമ്മള് കാണുന്നില്ല വാർത്തയിലും പേപ്പറിലെല്ലാം. തട്ടിപ്പൊന്നുമല്ല, കുറേയൊക്കെ പൈസ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ പറയുന്നു. ഞാൻ പറയാനില്ല പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, നീ നിന്റെ വീട്ടുകാരോട് കൂടി പറഞ്ഞിട്ട് കുറച്ച് പൈസ ഒന്ന് റെഡിയാക്കി. വീട്ടിലത്തെ അവസ്ഥ ആയിട്ടൊന്നും അറിയില്ലേ. ഞാൻ അങ്ങനെ ചോദിക്കല്. ചോദിച്ചു നോക്ക്. നീ ചോദിക്കാണ്ട് എനിക്ക് കിട്ടുവാ. എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല കേട്ടാ. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ. ഉള്ള സമാധാനം കൂടെ ഇല്ലാതാക്കാനുള്ള പരിപാടി ഞങ്ങൾ എടുക്കുന്നത്. എനിക്കൊന്ന് എത്ര പറഞ്ഞാലും മനസ്സിലായി. ഓരോ കാര്യം കൊണ്ട് വരുമ്പോ ഒന്നര ഉടക്കം കൊണ്ട് ഒന്ന് വന്നൂടോ. ചായ കുടിച്ചിട്ട് പോയേട്ടാ. ഏട്ടാ നമുക്ക് ഇങ്ങനെല്ലാം ജീവിച്ചാ പോരാട്ടാ. എന്തിനുള്ള സമാധാനം കൂടെ കളയുന്ന. ചാലിത് എനിക്ക് വേണ്ടി മാത്രമാണോ? നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിട്ടല്ലേ? എനിക്കെന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവത്തെ? ഇപ്പൊ കരഞ്ഞോട് നിന്ന കാര്യമുണ്ട് ഇവിടെ. എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നീ ആ കമ്മലും കൂരിത്താ. നമുക്ക് എങ്ങനെയാലും ജീവിച്ചാ പോരാ. അങ്ങനെ ജീവിക്കാണ്ട. എനിക്ക് അങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ല. പട്ടിപ്പണി എടുത്തിട്ട് അടുത്തോട് എത്ര സ്ഥലത്ത് ഞാൻ പൈസ വാങ്ങി തന്നു. ആ വാങ്ങി തന്ന പ്രശ്നമില്ല. ഇനി ഇരട്ടേര് തിരിച്ചു വരും. നീ ആ കമ്മൽ കൂരിത്താ അങ്ങോട്ട്. കൂടെ എടുത്തോ. ഇനി എന്റെ താലിമാല മാത്രമേ ബാക്കിയുള്ളൂ. ഇതും കൂടെ ഞാൻ തരൂല. എങ്ങനെ ഒന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ അതിനെ സമ്മതിക്കില്ല. നാശം.